ശബരിമലയിൽ മിഥുനമാസ പൂജകൾ പുരോഗമിക്കുന്നു. ശബരിമല മാളികപ്പുറം ഉപദേവതകളുടെ അഷ്ടബന്ധ കലശവും ആരംഭിച്ചു. സന്നിധാനത്ത് കാര്യമായ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നില്ല. വിവരങ്ങൾ നൽകാൻ ഗോകുൽ രമേശ് എഴുതുന്നുണ്ട്. ഗോകുൽ, വെരി ഗുഡ് മോർണിംഗ്. സുപ്രഭാതം, നല്ലൊരു ദിവസമാകട്ടെ. ഇന്ന് മിഥുനമാസ പൂജകൾ പുരോഗമിക്കുകയാണ്. ഇന്ന് എന്തൊക്കെ പ്രത്യേകതകളുള്ള പൂജകളാകും ശബരിമലയിൽ നടക്കുക? ഒപ്പം അവിടെയുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് എങ്ങനെയാണ്? അശ്വതി രോഹിണി, സ്വാമി ശരണം. എന്തായാലും മിഥുനമാസ പൂജകൾക്ക് ഇന്നലെ ശബരിമലയിൽ തുടക്കമായിട്ടുണ്ട്. പൊതുവെ നല്ല തീർത്ഥാടനമാണ്, പ്രത്യേകിച്ച് അനുകൂല കാലാവസ്ഥ കൊണ്ടും ബാക്കിയെല്ലാം കൊണ്ടും അധികവും തിരക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്കൊക്കെ തന്നെ വളരെ സുഗമമായിട്ട് അയ്യപ്പ ദർശനം കണ്ട് തിരികെ മലയിറങ്ങുവാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇന്നിപ്പോൾ മിഥുനം 2 ഇന്നിപ്പോൾ രാവിലെ പ്രത്യേക പൂജകളൊക്കെ ആരംഭിച്ചു. രാവിലെ 5 മണിക്ക് നട തുറന്നതിന് ശേഷം ഇപ്പോൾ നെയ്യഭിഷേക ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 5:30 മുതൽ 9:30 വരെയുള്ള സമയത്ത് ഭക്തർക്ക് നെയ്യഭിഷേകം അർപ്പിക്കുവാനായിട്ടുള്ള സമയം ഉണ്ട്. ഒപ്പം രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ കാര്യമായിട്ടുള്ളൊരു ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല. ഈ 18-ാം പടിക്ക് മുകളിൽ ഈ ഫ്ലൈ ഓവറിലുള്ള തിരക്ക് മാത്രമാണ്. അതിന് താഴേക്ക് തിരക്കേ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. മുഴുവൻ തീർത്ഥാടകർക്കും വളരെ ഭംഗിയായിട്ട് അയ്യപ്പനെ കണ്ടു തൊഴുവാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഒപ്പം ഇന്നലെ മുതൽ തന്നെ ഈ മാളികപ്പുറം ശബരിമല ഉപദേവതകളുടെ അഷ്ടബന്ധ കലശ ചടങ്ങുകൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്നലെയും ഇന്നും നാളെയുമായിട്ടാണ് അഷ്ടബന്ധ കലശം നടക്കുന്നുണ്ടാവുക. ഒപ്പം 19-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് മിഥുനമാസ പൂജകൾ ശബരിമലയിൽ നടക്കുന്നുണ്ടാവുക. 19-ന് സഹസ്ര കലശാഭിഷേകത്തോട് കൂടിയിട്ടാണ് പ്രത്യേക പൂജകൾക്കൊക്കെ തന്നെ അവസാനമാകുന്നത്. 19-ന് രാത്രി ഹരിവരാസനം പാടി ശബരിമല ക്ഷേത്ര നട അടയ്ക്കും. ഒപ്പം ഈ 5 ദിവസവും പ്രത്യേക പൂജകളായിട്ടുള്ള പടിപൂജയും ഉദയാസ്തമന പൂജയും കളഭാഭിഷേകവും കലശാഭിഷേകവും ഒക്കെ തന്നെ തീർത്ഥാടകർക്ക് കണ്ടു തൊഴുവാനായിട്ടുള്ള അവസരമുണ്ട്. എന്തായാലും തിരക്ക് കൂടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രത്യേക പൂജകൾ കൂടി കണ്ടു തൊഴുതിട്ട് ഭക്തർക്ക് മലയിറങ്ങുവാനായിട്ടുള്ള അവസരം കൂടി എന്തായാലും വന്നു ചേർന്നിരിക്കുകയാണ്. ഒപ്പം ശബരിമലയിൽ ഇന്നലെ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട SIT സംഘത്തിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു. SIT സംഘം മിനിഞ്ഞാന്ന് വൈകുന്നേരത്തോടുകൂടി ശബരിമലയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവർ ഈ ദ്വാരപാലക ശില്പത്തിന് സമീപത്തുള്ള വാതിൽപ്പാളിയുടെയും അതോടൊപ്പം തന്നെ പ്രഭാമണ്ഡലത്തിൻ്റെയും സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശബരിമലയിൽ എത്തിയത്. അവർ ഇന്നലെ ആ സാമ്പിള് ഇവിടെ നിന്നും ശേഖരിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മിനിഞ്ഞാന്ന് വൈകുന്നേരം അത് സാമ്പിൾ ശേഖരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്നും ഈ പ്രഭാമണ്ഡലം ഇളക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് തിരികെ ഇന്നലെ ഉച്ചയോടുകൂടി തിരികെ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് SIT സംഘം മലയിറങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ സാമ്പിളുകളുടെ കൂടി പരിശോധന റിപ്പോർട്ട് കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും SITയുടെ തുടർ പരിശോധനകളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ ദ്വാരപാലക ശില്പത്തിൻ്റെയും പ്രഭാമണ്ഡലത്തിൻ്റെയും ഒക്കെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ അടർത്തി മാറ്റിക്കൊണ്ട് SIT പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഹോള് പോലെ നിൽക്കുകയാണ്. അതായത് ഒരു പല ഭാഗങ്ങളും ഇത്തരത്തിൽ കട്ട് ചെയ്തു പോയത് കൊണ്ട് തന്നെ അതൊരു അഭംഗിയായിട്ട് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ വിഷമമുണ്ട്. തന്ത്രി കഴിഞ്ഞ ദിവസമൊക്കെ അതിൽ ഒരു വിഷമം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അധികാരികളോട്. അതങ്ങനെ നിൽക്കാതെ അത് പുനഃസ്ഥാപിക്കണം, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് SITയുടെ അന്വേഷണം ഇങ്ങനെ തുടരുന്നത് കൊണ്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അത് അറ്റകുറ്റപ്പണി നടത്തിയാൽ വീണ്ടും അത് ഇളക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ SITയുടെ ക്ലീൻ ചിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അനുമതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പുനഃസ്ഥാപിക്കാം, അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നുള്ളൊരു കാര്യവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഈ ദ്വാരപാലകത്തിൻ്റെ ശില്പത്തിൻ്റെയും അതോടൊപ്പം തന്നെ പ്രഭാമണ്ഡലത്തിൻ്റെയും ഒക്കെ ഇളക്കിക്കൊണ്ടുപോയ ഭാഗത്തിന് പകരമായിട്ട് പുതിയ ഭാഗങ്ങൾ വിളക്കി ചേർത്തുകൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാനും സാധിക്കുന്നുണ്ടാവും. അങ്ങനെ എന്തായാലും ശബരിമല ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി ഈ മാസപൂജ കാലയളവിൽ അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചടങ്ങുകൾ, മാസപൂജ ചടങ്ങുകളൊക്കെ മുറ തെറ്റാതെ തന്നെ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്തായാലും നെയ്യഭിഷേക ചടങ്ങുകൾ 9:30 വരെയുണ്ട്. അതിനുശേഷം ഉച്ചപൂജയോടുകൂടി 1 മണിക്ക് നടയടയ്ക്കും. തുടർന്ന് വൈകുന്നേരം നട തുറന്നു കഴിഞ്ഞാൽ ദീപാരാധനയും പടിപൂജയും അടക്കമുള്ള പ്രത്യേക ചടങ്ങുകളായിരിക്കും ഇന്നിനി നടക്കാനായിട്ട് ഉള്ളത്. എന്തായാലും എത്തുന്ന തീർത്ഥാടകരൊക്കെ വളരെ സംതൃപ്തികരമായിട്ട് തന്നെ അവരുടെ അയ്യപ്പ ദർശനം കണ്ട് മലയിറങ്ങുകയാണ്. തീർച്ചയായും ഗോകുൽ, അങ്ങനെ തന്നെയാണ്. അയ്യപ്പൻ ഭക്തന്മാർക്ക് അയ്യനെ കണ്ട് മനസ്സമാധാനത്തോടെ പടിയിറങ്ങാൻ സാധിക്കട്ടെ. എന്തായാലും പ്രഭാവലയം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ശോഭയ്ക്ക് അല്പം മങ്ങലുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ അത് പുനഃസ്ഥാപിക്കുമെന്നാണ് ഗോകുൽ പങ്കുവച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.